ഇന്ന് പെസഹായാണ്. കർത്താവ് നമുക്ക് വേണ്ടി പൗരോഹിത്യവും ദിവ്യകാരുണ്യവും സ്ഥാപിച്ച ദിവസം. വിശുദ്ധനായ ഫ്രാൻസിസ് ഇങ്ങനെ പറഞ്ഞു: സ്വർഗത്തിൽ നിന്നൊരു മാലാഹയും ഒരു വൈദികനോട് വന്നാൽ ഞാൻ ആദ്യം വൈദികന്റെ കയ്യെ മുത്തുകയുള്ളൂ. കാരണം ഒരു ഗോതമ്പപ്പത്തിലെ കർത്താവിനെ വിളിച്ചു വരുത്താനുള്ള അധികാരം മാലാഹമാർക്കില്ല, അത് വൈദികർക്ക് മാത്രമേ ഉള്ളൂ. മാക്സിമിലിയൻ കോൾവേ എന്ന് പറയുന്നൊരു വിശുദ്ധൻ പറയാണ്, മാലാഹമാർക്ക് മനുഷ്യരോട് അസൂയ തോന്നുന്നത് അവർക്ക് ദിവ്യകാരുണ്യത്തിലൂടെ ഈശോയെ സ്വീകരിക്കാം എന്നുള്ളത് കൊണ്ടാണ്. ജോൺ മരി വ്യാനി ഇങ്ങനെ പറഞ്ഞു: രക്തസാക്ഷിത്വം ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഒന്നുമല്ല. അത് മനുഷ്യൻ ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു ബലിയാണെങ്കിൽ, ദിവ്യകാരുണ്യം മനുഷ്യന് വേണ്ടി ദൈവം ബലിയാടായി തീർന്നതാണ്. ഓരോ കുർബാനയിലും സ്നേഹത്തോടെ ദാഹത്തോടെ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം തിരുവചനം പറയാണ്: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യോഹന്നാൻ 6:37 എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയില്ല. ഇതെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.